കൂതോശീതോ സഭയുടെ സഭാവർഷത്തിൻ്റെ ആരംഭ സന്ധ്യയിലും പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയ്ക്കും വായിക്കുന്നത് ഈ ഭാഗമാണ്. കൂടാതെ പിന്നീട് ദേവാലയ കൂദാശകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദേവാലയ കൂദാശകൾക്ക് കല്ലിടീലിൻ്റെ ശുശ്രൂഷ ക്രമം കഴിയുമ്പോൾ വായിക്കുന്നതും ഈ ഭാഗമാണ്. മൂന്നാമത് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മയ്ക്കും ഈ ഭാഗം തന്നെയാണ് വായിക്കുന്നത്. അപ്പോൾ ഈ ഏതാനും വാക്യങ്ങളുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്കതിൽ നിന്ന് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ ഭാഗത്ത് പറയുന്നത്? ഫിലിപ്പിയ കൈസറിയ എന്ന ദേശത്ത് എത്തിയപ്പോൾ, ഫിലിപ്പിയ കൈസറിയ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഈ വടക്കുള്ള മിസ്രൈം അല്ലെങ്കിൽ നസറേത്ത്, അവിടുന്ന് തെക്ക് യഹൂദായിലേക്കുള്ള യാത്രയുടെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന, അക്കാലത്ത് തന്നെ വളരെ ഒരു പ്ലാൻഡ് സിറ്റിയാണ് അന്നത്തെ നിലയിൽ. ഇന്നത്ര വലിയ സിറ്റിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ കുറേ പ്ലാൻഡായി നിർമ്മിച്ചെടുത്ത ഒരു പട്ടണമാണ്. അതുകൊണ്ടാണ് രാജാവിൻ്റെ പേര്, നാടുവഴിയുടെ പേര് അതിനിട്ടത് ഫിലിപ്പിയ കൈസറിയ എന്നുള്ളത്. ആ ദേശം ഞാൻ പറഞ്ഞല്ലോ, യഹൂദിയയിൽ നിന്നും ദൂരെയാണ്, നസറത്തിൽ നിന്നും ദൂരെയാണ്. ഇന്നത്തെ നിലയിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നും അന്നില്ലായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് നമുക്ക് ഒരു ചെറിയ വാർത്ത നമ്മുടെ വീടിൻ്റെ അറയിൽ വെച്ച് സംസാരിച്ചാലും നാളെ അത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാണ്. കാരണം ഇൻഫർമേഷൻ ടെക്നോളജി അത്രയും വളർന്നിട്ടുണ്ട്. എന്നാൽ അക്കാലം അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് യഹൂദിയാദേശങ്ങളിലും നസറേത്തും ഗലീല ദേശങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന യേശു എന്ന നസറേത്തുകാരനെക്കുറിച്ച് പരിമിതമായ അറിവേ യഥാർത്ഥത്തിൽ ഈ ഫിലിപ്പിയ കൈസറിയ ദേശത്തുള്ള ആളുകൾക്ക് ഉള്ളൂ. അവിടെ എത്തിയപ്പോഴാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഇവിടുത്തെ മനുഷ്യർ എന്നെക്കുറിച്ച് ഞാൻ ആരാണെന്നാണ് പറയുന്നത്? സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ദേശത്തെ. എന്നാൽ നമ്മെക്കുറിച്ച് ലോകം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് അറിയാനായിട്ടുള്ള ഒരാഗ്രഹം. കേട്ടുടനെ ചിലർ പറഞ്ഞു, നീ യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നവരുണ്ട്. അതിനൊരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ ശക്തിയോടെ മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്ന കാലമായിരുന്നു. ഒടുവിൽ ഹെറോദിയയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ തടവിലാക്കുകയും ശിരച്ഛേദം ചെയ്യുകയും ചെയ്ത ഒരു കാലഘട്ടം കൂടാണത്. അപ്പോൾ ജനഹൃദയങ്ങളിൽ യോഹന്നാന് നല്ലൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞു, ഇവർ പറയുന്നത് നീ യോഹന്നാൻ സ്നാപകനാണ് എന്നാണ്. ശരിയോ തെറ്റോ എന്നൊന്നും കർത്താവ് പറയുന്നില്ല. വേറെ ചില ശിഷ്യന്മാർ പറഞ്ഞു, നീ ഏലിയാവാണെന്ന് പറയുന്നവരുണ്ട്. കാരണം ഏലിയാവ് രണ്ടാമത് വരുമെന്നുള്ളത് അവരുടെ ഒരു പ്രതീക്ഷയാണ്. നീ ഏലിയാവാണെന്ന് പറയുന്നവരുണ്ട്. അതിനും കർത്താവ് മറുപടി പറഞ്ഞില്ല. വേറെ ആരുണ്ടൊക്കെയോ പറഞ്ഞു, നീ യെരമ്യാ ദീർഘദർശിയാണെന്ന് പറയുന്നുണ്ട്. യെരമ്യാവ് ബാബിലോൺ പ്രവാസകാലത്ത് യഹൂദജനത്തിന് വേണ്ടി യഹോവയുടെ മുമ്പാകെ കണ്ണുനീരൊഴുക്കി അങ്ങനെ യഹൂദരെ തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ അധ്വാനിച്ച ആളാണ്. അതിനും കർത്താവ് മറുപടി പറഞ്ഞില്ല. ഇവരെല്ലാം തന്നെ യോഹന്നാനാണെങ്കിലും ഏലിയാവാണെങ്കിലും യെരമ്യാവാണെങ്കിലും യഹൂദ ചരിത്രത്തിൽ അതുല്യ സ്ഥാനമുള്ള ആളുകളാണ്. എന്നിട്ട് ഒടുവിൽ ഈ ശിഷ്യന്മാർ പറഞ്ഞു, ഏതായാലും നീ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും പറയുന്നു. അതിലാർക്കും ഒരു സംശയവുമില്ല, ഇവൻ പ്രവാചകനാണ്. അത് യെരമ്യാവാണോ ഏലിയാവാണോ എന്നൊന്നും വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും they have a conclusion that Jesus of Nazareth is a prophet. അവനൊരു പ്രവാചകനാണ്. ഇതെല്ലാം കേട്ടിട്ട് കർത്താവ് യാതൊരു മറുപടിയും പറഞ്ഞില്ല. നമ്മളൊക്കെ ആണെങ്കിൽ, സാധാരണക്കാരായ നമ്മളൊക്കെ ആണെങ്കിൽ പറയും, ഓ ഞാനൊരു പ്രവാചകനാണെന്നവർ പറഞ്ഞോ,
ഏലിയാവാണെന്ന് പറഞ്ഞോ, നമ്മളതിൽ തന്നെ അല്പം സന്തോഷിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷേ കർത്താവ് മറുപടിയൊന്നും പറഞ്ഞില്ല. കർത്താവ് വന്നിട്ട് ഇവരോട് ചോദിച്ചു, ആകട്ടെ നിങ്ങൾക്ക് ഞാൻ ആരാ? നിങ്ങൾക്ക് ഞാൻ ആരാ? ഈ നിങ്ങളെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? 12 സ്ത്രീയന്മാരെ കുറിച്ചാണ്. അവരെ കർത്താവ് കണ്ടെത്തിയതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കടൽക്കരയിൽ നിന്നും ചുങ്കസ്ഥലത്തു നിന്നും ദേവാലയ പരിസരത്തു നിന്നും അത്തിയുടെ ചുവട്ടിൽ നിന്നും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള ആളുകളാണ്. പരദേശക്കാരായ ആളുകളാണ്. എന്നാൽ ഇവർക്ക് കോമണായിട്ട് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവരുടെ കോമണാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഗുരുവാണ്. പത്രോസ് വന്നത് അന്ത്രയോസിനെ കണ്ടിട്ടല്ല, ഫിലിപ്പോസ് വന്നത് നഥനയേലിനെ കണ്ടിട്ടല്ല, മത്തായി വന്നത് യൂദായെ കണ്ടിട്ടല്ല, യോഹന്നാൻ വന്നത് യാക്കോബിനെ കണ്ടിട്ടല്ല. മറിച്ച് ഇവർക്ക് ഓരോരുത്തർക്കും കർത്താവിനോട് പറഞ്ഞറിയിക്കാനാക്കാത്ത എന്തോ ഒരു ഹൃദയ സ്നേഹം ഈ നസറേത്തുകാരൻ ചെറുപ്പക്കാരൻ 30-31 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനോട് ഒരു വല്ലാത്ത ഇഷ്ടം ഇവർക്ക് തോന്നിയിരുന്നു. അതിൽ നല്ല പ്രായമുള്ള പത്രോസുണ്ട്, വളരെ പ്രായം കുറഞ്ഞ 18 വയസ്സുള്ള യോഹന്നാൻ ഉൾപ്പെടെയുള്ള വളരെ ഒരു എന്താ പറയുക, വളരെ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. ഈ നമ്മൾ സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ പിയർ ഗ്രൂപ്പ് എന്നൊരു വാക്കുണ്ടല്ലോ. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സമപ്രായക്കാരായ ആളുകളുടെ ഒരു സംഘം, അല്ലെങ്കിൽ ഒരേപോലെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടരെ. എന്നാൽ ഇവർ പിയർ ഗ്രൂപ്പ് അല്ല. കാരണം എന്താണ്? ഇവർ വ്യത്യസ്ത ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഗലീലാക്കാരുണ്ട്, ബെത്സയിദ ദേശവാസിയുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ട്. പക്ഷേ കോമണാലിറ്റി എന്താണ്? their focus is Jesus of Nazareth. നസറേത്തിലെ യേശുവാണ് അവരുടെ ഫോക്കസ്. അതുകൊണ്ട് യേശുവിനോട് ഇവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടമാണ്. യൂദായ്ക്ക് വരെ കർത്താവിനെ ഇഷ്ടമായിരുന്നു. യൂദായുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ ബന്ധം, വ്യക്തിപരമായ ഞാനൊരു വാക്ക് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കല്ലെന്ന് കരുതുന്നു. ഇവർക്ക് ഓരോരുത്തർക്കും യേശുവിനോടൊരു പ്രണയം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരെല്ലാം പല സ്ഥലത്തു നിന്ന് യേശുവിൻ്റെ കൂടെ കൂടിയത്. അതുകൊണ്ടാണ് യേശു പട്ടിണി കിടന്നപ്പോൾ അവരും പട്ടിണി കിടന്നു. ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെ പട്ടിണി കിടന്ന് യാത്ര ചെയ്യുന്ന സമയത്താണ് വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ കതിര് ഊരി തിന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത്. യേശു തമ്പുരാൻ എവിടാണോ, നസറേത്തുകാരൻ യേശു എവിടാണോ കിടന്നുറങ്ങിയത്, അത് ചിലപ്പോഴൊക്കെ ഗലീല കടൽത്തീരത്താണ്. അപ്പോൾ അവരും അവിടെ കിടന്നുറങ്ങും. ചിലപ്പോഴൊക്കെ താബോറിൻ്റെയോ ഹെർമോൻ്റെയോ അല്ലെങ്കിൽ ഒലിവ് മലയുടെയോ ഒക്കെ താഴ്വരയിലാണ്. അപ്പോൾ അവരും അവിടെ കിടന്നുറങ്ങും. ചിലപ്പോൾ ഇവൻ പ്രാർത്ഥിക്കാനായിട്ട് ഏതെങ്കിലും മലമുകളിൽ കയറിപ്പോവും. അന്നേരം ഇതങ്ങൾ പാവങ്ങളെല്ലാവരുടെ 12 പേരൂടെ ഊന്നിപ്പിടിച്ച് ആ താഴ്വരയിലിടയിൽ ഇരിക്കും. ഇങ്ങനെ ഊണിലും ഉറക്കത്തിലും കിടപ്പിലും നടപ്പിലും എല്ലാം യേശു ക്രിസ്തുവിനോട് കൂടെ പോയ 12 പേരാണ് ഈ നിങ്ങൾ എന്ന സംബോധനാ വാക്യത്തിൻ്റെ പിറകിലുള്ള ആളുകൾ. അപ്പോൾ അവരുടെ സവിശേഷത എന്താണ്? അവർക്ക് ഈ നസറേത്തുകാരനോട് വല്ലാത്ത ഇഷ്ടമാണ്. 2, ഇവർ തമ്മിലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടായാലും ഇവർ തമ്മിലും സ്നേഹമുള്ളവരാണ്. അവർക്ക് അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇടയ്ക്കൊക്കെ കർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ ഇവർ പറയുമല്ലോ, അയ്യോ അപ്പം എടുക്കാത്തതുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ കൊച്ചു കൊച്ചു സംഭാഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു ചെറു സംഘമാണത്. ചുരുക്കത്തിൽ യേശുക്രിസ്തുവും തൻ്റെ 12 സ്ലീഹന്മാരും എനിക്ക് എപ്പോഴും അത്ഭുതം തരുന്ന ഒരു ഗ്രൂപ്പാണ്. നല്ല രസമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനും ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്. 12 പേരെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ വിട്ടെറിഞ്ഞിട്ട് വല്ലയിടത്തൊക്കെ പോകണം, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് നാടുകൾ തോറും സഞ്ചരിച്ച് പോവുക. എന്തോരം ഒരു വണ്ടറിങ് അസറ്റിക്സ് എന്ന് പറയാൻ സാധിക്കുന്ന നിലയിലുള്ള ഒരു വല്ലാത്തൊരു
മാനസിക ഐക്യം ഈ 12 പേരും ഈ യേശുവും തമ്മിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ആരാണ്? ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു, നിങ്ങൾക്ക് ഞാൻ ആരാണ്? അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ സംഘ നേതാവ്, കൂട്ടത്തിൽ മൂപ്പനാണ് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നു. ഒരു വലിയ മറഞ്ഞിരുന്ന ഒരു മഹാരഹസ്യം ഈ പത്രോസ് പറയുകയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ആയ മശിഹായെ കാത്തിരിക്കുകയാണ് വർഷങ്ങളായിട്ട് യഹൂദര്. പക്ഷേ ദൈവത്തിൻ്റെ പുത്രൻ എന്ന സംബോധന ഒരിക്കലും യഹൂദർക്ക് സഹിക്കാവുന്നതല്ല. അത് രണ്ടും ചേർത്ത് അദ്ദേഹം പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഉടനെ കർത്താവ് ഒരു ചെറിയ വിലക്ക് കൊടുത്തു. പത്രോസേ, ശിമോനെ, നിന്റെ ജഡരക്തങ്ങളല്ല ഈ പറയുന്നത്, സ്വർഗത്തിലെ എൻ്റെ പിതാവ് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്. അതായത് ഈ രഹസ്യം ഒരിക്കലും ഒരു ഇൻ്റലക്ച്വൽ റാഷണൽ അനാലിസിസിലൂടെ കണ്ടെത്താൻ ഒക്കെയില്ല. ബുദ്ധിയോ യുക്തിയോ ഉപയോഗിച്ച് ഒരിക്കലും കണ്ടെത്താൻ ഒക്കാത്ത മഹാരഹസ്യം പത്രോസ് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇത് നിൻ്റെ ജഡരക്തങ്ങളല്ല നിനക്ക് വെളിവാക്കിയത്, സ്വർഗത്തിലെ എൻ്റെ പിതാവാണ്. എന്നിട്ട് പറഞ്ഞു, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും എന്നൊക്കെയുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും കർത്താവ് തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചോ അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു അങ്ങനൊന്നും ഉണ്ടാവരുത്. ഉടനെ കർത്താവ് ഇതേ പത്രോസിനെ നോക്കി സാത്താനെ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വേറൊരു ടെക്സ്റ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ചോദ്യം 2 വിഭാഗം ആളുകളോടാണ് കർത്താവ് ചോദിക്കുന്നത്. ആദ്യത്തേത്, ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? രണ്ടാമത്, നിങ്ങൾക്ക് ഞാൻ ആരാണ്? ജനമെന്ന് പറഞ്ഞാൽ എന്താ? ജനമെന്ന് പറഞ്ഞാൽ ക്രൗഡെന്ന് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ജനങ്ങൾ ചന്തയിലൊക്കെ ചെന്ന് ജനങ്ങൾ കൂടി നിൽക്കും. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ പോകുന്ന വണ്ടിക്കാരും വള്ളക്കാരും എല്ലാം ഇറങ്ങി അവിടെ കൂട്ടം കൂടി നിൽക്കും. ഇത് ജനമാണ്. ജനത്തിന് പൊതുവായ ഒരു ലക്ഷ്യമില്ല, ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ്, അല്ലേ? അതാണ് ക്രൗഡ്. സോ ക്രൗഡിനെ സംബന്ധിച്ചിടത്തോളം, ജനക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം, they don't have a common focus. ഒരു ഫോക്കസ് അവർക്കില്ല. 2, ഇന്ന് ഇതിലേ വന്നു, നാളെ വേറെ വഴിക്ക് പോയി. പല ദിക്കുകളിൽ നിന്നായിട്ട് പലപ്പോഴായിട്ട് വരുന്നവരായതുകൊണ്ട് ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഇല്ല. എവിടുന്നോ വന്നിട്ടുള്ളവരാണ്. കാര്യം കഴിയുമ്പോൾ ഒരു ഉത്സവത്തിന് വന്നവരാണെങ്കിലും ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ജനക്കൂട്ടത്തെ എല്ലാം നമുക്കറിയാൻ പറ്റുമോ? ഉത്സവം കഴിയുമ്പോൾ അവരവരുടെ വഴിക്ക് പോകും. അപ്പോൾ അവിടെ ഒരു മ്യൂച്വൽ കൺസേൺ, ഇൻ്റർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പങ്കുവയ്ക്കാനുള്ള ഇടം, സാവകാശം, ഇതൊന്നുമില്ലാത്ത ഒരു വിഭാഗത്തെയാണ് ജനം അല്ലെങ്കിൽ ക്രൗഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ചോദിച്ച രണ്ടാമത്തെ കൂട്ടരാരാണ്? നിങ്ങൾ. അവരുടെ സവിശേഷത എന്താണ്? അവർക്കൊരു കോമൺ ഫോക്കസ് ഉണ്ട്. അവർക്ക് അവനോട് ഓരോരുത്തർക്കും അതുല്യമായ സ്നേഹമുണ്ട്. ഇവർ തമ്മിലൊരു സ്നേഹമുണ്ട്. അവരുടെ കിടപ്പും നടപ്പും എല്ലാം ഒന്നിച്ചാണ്. അപ്പോൾ നമുക്കതിനെ ക്രൗഡെന്ന് വിളിക്കാൻ ഒക്കെയില്ല. അതൊരു കമ്മ്യൂണിറ്റിയാണ്. ക്രൗഡും കമ്മ്യൂണിറ്റിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഉത്സവപ്പറമ്പിലെ കൂട്ടവും അല്ലാത്ത നമ്മളൊക്കെ ചിലപ്പോൾ സംഘടിപ്പിക്കുന്ന വലിയ ജനക്കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, സമ്മേളനങ്ങളൊക്കെ, ഇതൊക്കെ വെറും ക്രൗഡാണ്. എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അതെന്താണ്? യേശു ക്രിസ്തു ഫോക്കസായിട്ടും യേശുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് സഭയാണ്. സഭാംഗങ്ങൾ ഒത്തുകൂടി
ഏതെങ്കിലും ദേശത്ത് ഏതെങ്കിലും പട്ടണത്തിൽ ഒരു വലിയ റാലി നടത്തിയാലോ ജനക്കൂട്ടം കൂടിയാലോ അത് സഭയാകയില്ല, അതൊരു ക്രൗഡാണ്. ദി അതർ വൺ ഈസ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി എന്ന വാക്കിന് സംഘം എന്നാണ് നല്ല മലയാളം. ക്രൗഡിന് ജനക്കൂട്ടമെന്നോ എന്നൊക്കെ പറയാം. സൊസൈറ്റി എന്ന് പറയുന്നത് പോലും കമ്മ്യൂണിറ്റി അല്ല. കമ്മ്യൂണിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ കെംതാ നമസ്കാരം രാത്രി പ്രാർത്ഥനയിലെ 1-ാം കൗമായിൽ വിണ്ണുലകിൻ നരജൻ താൻ എന്നൊരു കോലോ പാടുന്നുണ്ട്. അതിൻ്റെ 2-ാമത്തെ സ്റ്റാൻസായിലെ ഒരു വരി ഇങ്ങനെയാണ്: കർത്താവനോടു സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയിൽ പോകട്ടെ, ഇതാ താനതിൽ മേവിടുന്നു. കർത്താവിനോട് സംസാരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ചന്തസ്ഥലത്ത് പോകട്ടെന്നല്ല, അവൻ ക്രൗഡിലേക്ക് പോകട്ടെന്നല്ല, അവൻ എവിടെ വരണം? കർത്താവിൻ്റെ മന്ദിരത്തിലേക്ക്, സഭയിലേക്ക് വരണം. കാരണം എന്താണ്? അത് കർത്താവിൻ്റെ മന്ദിരമാണ്, അത് കർത്താവിൻ്റെ മണവാട്ടിയാണ്, അത് കർത്താവിൻ്റെ ശരീരമാണ്. സോ ചർച്ച് ഈസ് എ കമ്മ്യൂണിറ്റി. All other gatherings are just crowds. അത് ജനക്കൂട്ടവും ഇത് കമ്മ്യൂണിറ്റിയുമാണ്. അതുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജാണ് സ്വർഗീയ രഹസ്യങ്ങളെ സ്വീകരിക്കുവാനായിട്ടുള്ള കഴിവ്. ഇംഗ്ലീഷിൽ റിസപ്റ്റിവിറ്റി എന്നൊരു വാക്കുള്ളത് നിങ്ങൾക്കറിയാം. റിസപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ the ability to receive. എല്ലാവർക്കും എല്ലാം ഒരുപോലെ റിസീവ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ സ്വർഗീയ രഹസ്യങ്ങൾ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റിവിറ്റി അത് സഭയ്ക്കുണ്ട്. കാരണം എന്താണ്? സഭയിലെ ഓരോ വിശ്വാസിയും ക്രിസ്തുവേശുവുമായിട്ട് എങ്ങനെ മാമോദിസായിൽ എങ്ങനെ ക്രിസ്തുവേശുവിൻ്റെ സഹോദരൻ സഹോദരി, പിതാവിൻ്റെ പുത്രൻ പുത്രി എന്ന നിലകളാണ്. കിരീടം വയ്ക്കുമ്പോൾ ചൊല്ലും, ദൈവമായ കർത്താവേ, നിൻ്റെ ഏകജാതന് സഹോദരനായി നീ പൂർത്തീകരിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ മക്കളല്ല, ക്രിസ്തുവിൻ്റെ സഹോദരിമാരും സഹോദരന്മാരുമാണ്. എന്നാൽ പിതാവാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പൗലോസ് പറയുന്നു, അബ്ബാപിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം നൽകിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ സഭയെന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പുത്രത്വത്തിൻ്റെ അവകാശമുണ്ട്, ക്രിസ്തുവേശുവിൻ്റെ സഹോദര്യത്തിൻ്റെ അവകാശമുണ്ട്. അതുകൊണ്ട് സ്വർഗീയ രഹസ്യങ്ങളെ സ്വീകരിക്കുവാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ട്. ഇതാണ് കമ്മ്യൂണിറ്റിയും ക്രൗഡും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. So the calling of the church is to be the community of God. ദൈവത്തിൻ്റെ കമ്മ്യൂണിറ്റി ആയിട്ട് അറിയപ്പെടാനായിട്ടാണ് സഭയെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ചിലപ്പോൾ എൻ്റെ മനസ്സിലും സംശയം തോന്നിയിട്ടുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി ഭാവത്തിൽ നിന്ന് ക്രൗഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ? Our calling is to be the community of Jesus. യേശുവിൻ്റെ കമ്മ്യൂണിറ്റി ആകണം, ക്രൗഡാകാനല്ല. ക്രൗഡ് ബിലോങ്സ് ടു ദ വേൾഡ്, whereas community belongs to Christ. അതാണ് സഭ. അതുകൊണ്ട് സഭ ഒരിക്കലും ക്രൗഡായിട്ട് മാറരുത്, സഭ ഒരിക്കലും ക്രൗഡാകരുത്. സഭ ക്രൗഡായി പോയാൽ അതോടെ ക്രിസ്തുവേശുവുമായിട്ടുള്ള ബന്ധം അറ്റുപോകും. ക്രൗഡിൻ്റെ ഒച്ചവെപ്പും ക്രൗഡിൻ്റെ അഭിപ്രായ പ്രകടനമൊന്നും കർത്താവ് വില കൊടുക്കുകയില്ല. ഏലിയാവാണ്, അരമിയാവാണ്, യോഹന്നാനാണെന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം ഉരിയാടിയില്ല. കമ്മ്യൂണിറ്റി എന്ത് പറയുന്നു എന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, പത്രോസ് പൗലോസ് സ്ലീഹന്മാർ ക്രൗഡിനെ ശ്രദ്ധിച്ചവരല്ല, മറിച്ച് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോഴെല്ലാം കാണുന്നൊരു സംഗതിയുണ്ട്. ബോത്ത് ഓഫ് ദം ചേഞ്ച്ഡ്
ക്രൗഡ് ഇൻറ്റു കമ്മ്യൂണിറ്റി. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിലൂടെ 3000 ജനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്രൗഡ് കമ്മ്യൂണിറ്റിയായി. പൗലോസിൻ്റെ പ്രസംഗങ്ങൾ ഓരോരോ ദേശത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ക്രൗഡ് കമ്മ്യൂണിറ്റിയായി. ഇതാണ് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ വലിയ നേട്ടം. അവർ ക്രൗഡിനെ കമ്മ്യൂണിറ്റിയാക്കി. നമ്മളോ അറിഞ്ഞോ അറിയാതെയോ കമ്മ്യൂണിറ്റിയെ വീണ്ടും ക്രൗഡാക്കുന്ന പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുന്നു. ഇത് ഒരു പുനർചിന്തയ്ക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ശുദ്ധിമതിയായ ദൈവമാതാവ് തണ്ടിന്മേൽ വെച്ച വിളക്കായിട്ടാണ് പ്പെടുന്നത്. തണ്ടിന്മേലിരിക്കുന്ന വിളക്കിൻ്റെ സവിശേഷത എന്താണ്? അതൊരുപാട് പ്രകാശം പരത്തും, ഒരുപാട് പ്രകാശം പരത്തും. ആ പ്രകാശത്തിൻ്റെ നീർച്ചാലിലേക്ക് ഇറങ്ങി മുങ്ങി കുളിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മളും പ്രകാശിതരാകും. പ്രകാശിക്കുവാനായിട്ടാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സർവശക്തൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.